നമ്മുടെ ഭാഗത്ത് പ്രയത്നം വേണം. അതിൽ അഹങ്കരിക്കാൻ പാടില്ല. അവിടെ നിന്ന് ശക്തി ഇരുന്നുകൊണ്ട് ഞാൻ പ്രയത്നിക്കുന്നു. ആ ഒരു ഭാവത്തിൽ പോകണമെന്നാണ് കൃഷ്ണനും രാമനും ഋഷികളും. അവരൊക്കെ നല്ലവണ്ണം ഒറ്റക്കാലം നിന്ന് തപസ് ചെയ്തും, രാമൻ പ്രയത്നിക്കുകയും പ്രയത്നിപ്പിക്കുകയും കൃഷ്ണനും പ്രയത്നിക്കുകയും ചെയ്യും. എല്ലാ മഹാത്മാക്കളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രം പറയുന്നത് നിനക്കൊരു ജോലി ഇല്ലെങ്കിൽ, ജോലി കിട്ടിയില്ലേ, കുറച്ച് പുല്ലെങ്കിലും പിച്ചി പശുവിനും കൂടെ കൊടുക്കും, അടുത്ത വീട്ടിലെ പശുവിന്. വെറുതെ ഇരിക്കരുത്, കാരണം അത് തമസായി പിത്തം കഫം ഇതെല്ലാം കൂടി പിന്നെ വ്യായാമം ഇല്ലല്ലോ. അപ്പം നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും അതിനാവശ്യമാണ്. ആരോഗ്യ ബുദ്ധിയുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് ചെറിയ കാര്യങ്ങളോടെ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. ഒന്നും കഴിക്കാതെ വിശന്നെല്ലാവരും കിടക്കുന്നവന് പറഞ്ഞു കിടക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും അവൻ്റെ ജീവൻ രക്ഷിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവന് ഒരു നല്ല വാക്കായിരിക്കും അവന് ജീവിക്കാൻ പ്രേരണ കൊടുക്കുന്നത്. അതുപോലെ അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മൾ നീങ്ങണമെന്ന് പറയുന്നത്. അയാൾ ബോധം കെട്ട് വീണ് എല്ലാവരും പല പല ശുശ്രൂഷ ചെയ്യുകയാണ്. ഷുഗറുള്ളതിനെ പറ്റി ആർക്കും അറിയില്ല. ബോധം കെട്ടിടക്കുന്നതിന് മനുഷ്യന് നാക്കി തൊട്ട് കൊടുക്കാറുണ്ട്. ഒരു ബോധം കെട്ടിടക്കുന്നതിന് വെള്ളം കൊടുത്താൽ പറ്റത്തില്ല. അതിലനുസരിച്ച് പോകാം. കാരണം കുടിക്കുമ്പോൾ ബോധം കെട്ടിടക്കുന്ന വെള്ളം കുടയാൻ മുഖത്ത് വായിലൊഴിച്ച് കിടക്കരുത്. പക്ഷെ ഇതിനെപ്പറ്റി ഞാനുള്ള ആൾ ഇതുകൂടി ഒന്ന് പരീക്ഷിക്കാം. കുറച്ച് പഞ്ചസാര കൊടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു പറഞ്ഞു. അതൊന്നും വെച്ചാൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യാന്നൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ കയറിയാരും പിടിക്കരുത്. നമ്മളിപ്പോൾ ചന്ദ്രനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചന്ദ്രനിലേക്ക് നോക്കണം. ആ ഒരു കിളി കണ്ട് ആ വൃക്ഷത്തിൻ്റെ മുകളിൽ പച്ചക്കിളി ഇരിക്കുന്നു, അല്ലെ മഞ്ഞക്കിളി ഇരിക്കുന്നു. വെള്ളിക്കയില്ല കയറി പിടിക്കേണ്ട, കിളിയാണ് നോക്കേണ്ടത്. ചിലർ എക്സാമ്പിൾ മാത്രം കയറി പിടിച്ചിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ചെറിയ കാര്യങ്ങളോടെ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. സനാതന സൃഷ്ടിയും സൃഷ്ടാൻ രണ്ടല്ല. നമ്മൾ ഈച്ചയായാലും പാറ്റയായാലും ഒരു ജീവിയെയും വേദനിപ്പിക്കരുത് നമ്മൾ പഠിപ്പിക്കുന്നത്. ലോകാസംസ്ഥ സുഖനുഭവം എന്നുള്ള മന്ത്രമാണ് നമ്മൾ അടിസ്ഥാനമായിട്ടുള്ളത്. എല്ലാവരെയും ഈശ്വരനായി കാണണം, നരനാരായണനായിട്ട് സേവിക്കണം. എല്ലാ ജീവങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്, അല്ലേ? അതുകൊണ്ടാണ് എല്ലാത്തിനെയും ആ ഒരു സ്നേഹം ആദരവായി മാറി. ഒരു കാമുകി കാമുവിന് കൊടുക്കുന്ന തൂവാലയിൽ തുപ്പാനോ ഒന്നും സമ്മതിക്കില്ല. നമ്മുടെ കൊടിയെ തുപ്പാൻ സമ്മതിക്കില്ല. രാഷ്ട്രീയ കൊടിയെ തുപ്പാൻ സമ്മതിക്കില്ല. കുത്തിക്കൊല്ലും, വെടിവെച്ച് കൊല്ലും. അപ്പോൾ 10 രൂപയുടെ വിലയിലല്ല കാണുന്നത്. അമ്മ മരിച്ചുപോയി, അമ്മ മരിക്കുന്നതിന് മുമ്പേ കൊടുത്ത സാധനമുണ്ട്. അതിങ്ങനെ പൊന്നുപോലെ വെച്ചിരിക്കും. അമ്മയുടെ സ്ലൈഡായിരിക്കും, അല്ല അമ്മയുടെ ചെറിയ വസ്ത്രമായിരിക്കും. അതെടുത്തതിന് ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവൻ അമ്മയ്ക്ക് വേറെ എടുത്ത് വെച്ചിട്ട് അവൻ എപ്പോഴും സ്മരിച്ചിട്ടാണ് കിടക്കുന്നത്. ഒരു സമയം കണ്ടില്ല, നോക്കിയപ്പോൾ സാധനം കണ്ടില്ല, ആത്മഹത്യ ചെയ്തിട്ട് കൈ മുറിച്ച്. എന്തിനാ മോനെ കൈ മുറിച്ചത്? എൻ്റെ അമ്മ ധരിച്ച വസ്ത്രമാണ്, ഞാൻ കിടക്കുന്നതിന് മുമ്പ് അതിന് എടുത്ത് നെഞ്ചോടൊരു മീറ്റാണ് വെച്ചിട്ട് കിടക്കും. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വസ്ത്രം കണ്ടില്ല. അപ്പോൾ ജീവിക്കേണ്ട തോന്നി. അപ്പോൾ ഓരോന്നിനോട് കൊടുക്കുന്ന ആ ഭാവം. അപ്പം അതുപോലെയാണ് നമ്മൾ ചെയ്തത്. എല്ലാത്തിനോടും ബഹുമാനം കൊടുത്ത്. പക്ഷെ അത് കാണേണ്ട സ്ഥാനത്ത് കാണണം. പശുവിന് പാലിരുന്ന പശുവാണേലും കൊമ്പുണ്ടെ മുമ്പിൽ കയറുന്നുകൊണ്ടല്ല കൊടുക്കുന്നത്. കൊടുത്ത് അത് കുത്തും, അതിന് വിവേകമില്ല. ഏറുള്ള പശുവാണ് എങ്ങനെ പാല് പിഴിയണം, പൊട്ടിത്തെറിപ്പിക്കാം, പിന്നെ കെട്ടിയിട്ടിട്ട് പാല് പിഴിഞ്ഞെടുക്കും. പശു പാല് തരുന്ന ആവശ്യം കൊണ്ട് പാല് പിടിച്ചാൽ പാല് കിട്ടത്തില്ല. അതിന് മുലയിൽ തന്നെ പിടിച്ച് ചില പാല് കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഒരു സ്ഥാനമുണ്ട്. സ്ഥാനം മനസ്സിലാക്കി നമ്മളിപ്പോൾ നമുക്ക് 24 ഗുരുക്കന്മാർ പല പല ജീവജാലങ്ങളെയാണ് ഗുരുവായിട്ട് പറയുന്നത്. തേനീച്ച പരാഗണം നടത്തുകൊണ്ടാണ് നമുക്ക് പച്ചക്കറിയും പഴങ്ങളും കിട്ടുന്നത്, തേനും കിട്ടുന്നത്. ഇപ്പം നിസ്സാരമാണോ? നിസ്സാരമല്ല. അപ്പം അതുപോലെ ആ സ്നേഹിച്ച് എല്ലാത്തിനെയും ബഹുമാനിച്ച് നമ്മൾ. കൊതു നമുക്ക് മലേറിയ വരെ കൊണ്ടുവരാറുണ്ട്. പല്ലി കൊതുവിനെ തിന്നുന്നത്. പല്ലി ക്ഷേത്രം പറയുന്നുണ്ട്, ചിലന്തി ക്ഷേത്രം പറയുന്നുണ്ട്. ചിലന്തി നമ്മുടെ ഒരു ഗുരു പോലാണ്. കാരണം അനേക പ്രാവശ്യം ഒരു രാജാവ്
തോറ്റ സമയത്ത് കാട്ടു വന്ന് കിടക്കുമ്പോൾ ചെല്ലന്തി വല കെട്ടുന്നു വെട്ടുന്നു ഇതല്ല, നീ ഇനിയും പ്രയത്നിക്ക്, തോൽവി ഉണ്ടാകാം, നീ ശ്രമിച്ചുകൊണ്ട് പോയി ശ്രമിച്ചപ്പോൾ പിന്നെ യുദ്ധം ചെയ്ത് ജയിച്ചായിട്ടും പറയുന്നു. അതൊരു പാഠം. എന്നാൽ ചിലന്തി കൊതുക് കുരുങ്ങി അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷിക്ഷേത്രം, പക്ഷിയെ ഒരു തത്വമായിട്ട് പറയാം. പക്ഷിക്ഷേത്രത്തിലെ പക്ഷികൾ വായിലിട്ടപ്പോഴാണ് തിന്ന് പിന്നെ പുറത്ത് വന്ന് കിളിച്ച് അതിൻ്റെ പരമ്പര ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പക്ഷി എന്നൊരു തത്വമുണ്ട്. ഉയരങ്ങളിൽ കൂടി പോകുന്ന പക്ഷിയായാലും അതിൻ്റെ നോട്ടം മലത്തിലായിരിക്കാം, ശവത്തിലായിരിക്കാം. അതുകൊണ്ട് നമ്മൾ വലിപ്പം കൊടുക്കണ്ട എന്ന് പറയാം. അപ്പോൾ ഓരോ തത്വങ്ങളും ഗ്രഹിക്കുന്നുണ്ട്, പറയുന്നു. അപ്പം ആ ഒരു ഗുരു ഭാവത്തിൽ ബഹുമാനം കൊടുത്തതാണ്. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓരോന്നിനും സ്ഥാനമുണ്ട്.